ഈ സദ്യ കഴിക്കാനിരുന്നിട്ട് അച്ചാറ്, കിച്ചടി, ഓരൻ, തോരൻ അങ്ങനത്തെ എല്ലാ സാധനം വിളമ്പി അവസാനം ചോറ് മാത്രം വിളമ്പാതെ എങ്ങനെയുണ്ട് മോനെ ചോറ് കഴിച്ചിട്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ആട് 3 എനിക്ക്. അതായത് നല്ലതാണോ പറയാൻ പറ്റില്ല, മോശമാണോ പറയാൻ പറ്റില്ല. കാരണം എന്താ, ചോറ് ഇതുവരെ കഴിച്ചിട്ടില്ല. അതേപോലെ ആട് 3 എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഡയറക്ടർ മുന്നേ മെൻഷൻ ചെയ്ത ജോൺറേ ഷിഫ്റ്റിലുള്ള വേൾഡാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പാർട്ട് 1-ൽ. ആ വേൾഡിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ വേൾഡാണ് അവർ പാർട്ട് 2-ൽ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ പാർട്ട് 2 കാണാതെ എനിക്ക് ഈ ഒരു സിനിമയ്ക്ക് റിവ്യൂ പറയാൻ പറ്റില്ല. സിനിമ ഈ പാർട്ട് 1 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓവറോൾ ഒരു എന്താ പറയുക, അതായത് ആട് 1 ആട് 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റിൽ ബിഹൈൻഡാണ് കോമഡീസ് വർക്കായ കാര്യത്തിലൊക്കെ. പക്ഷേ ബ്ലോക്ക് ബസ്റ്റർ റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടുന്നത്. തിയേറ്ററിലൊക്കെ ഓഡിയൻസ് നിറഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണണം, ഉറപ്പായിട്ടും കാണണം. കാരണം നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. സോ പാർട്ട് 2 കാണണമെങ്കിൽ പാർട്ട് 1 കാണണം. അപ്പോൾ ആ ഒരു നല്ല സൈക്കോളജിക്കൽ മൂവാണ് മൂവി ടീം അപ്രോച്ച് ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. തിയേറ്ററിൽ പോയി തന്നെ കാണാം. പാർട്ട് 2 വെയിറ്റിംഗ് ആണ്. അത് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഓക്കെ.